അരമണിക്കൂർ മുമ്പ് ഒരു ഫോൺ കോൾ വന്നു. അതൊരു ലോയർ സ്ത്രീയുടെ ഫോണാണ്. മെയിൻ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവരോട് നിമിഷയെ ഒന്ന് സംസാരിക്കാൻ കിട്ടണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവർ ചോദിച്ചു, അബ്ദുൾഫത്തയുമായിട്ട് എന്തായി, ചർച്ചയുടെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ഒരു നില എത്തിയില്ല, എന്നാലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത്, ഈ വധശിക്ഷയുടെ ഓർഡർ ഇവിടെ ജയിൽ വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ഓർഡർ ഇവിടെ ജയിലിലെത്തി എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ അതറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഇവിടുത്തെ ഈദിൻ്റെ അവധിയൊക്കെ തീരുമ്പോഴത്തേനും എന്താവുമെന്നറിയില്ല. ഇവിടെ എല്ലാവരും വളരെ വിഷമത്തോടു കൂടിയാണ് എന്നോട് പെരുമാറുന്നതും കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും വല്ലതും അറിഞ്ഞോ? സാമുവലിനോട് സാറിനോടൊന്ന് പറഞ്ഞേരെ, എല്ലാവരോടും പറഞ്ഞു. എന്റെ മകൾ നിമിഷനെ രക്ഷിക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് എത്രയും വേഗം അവളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ലെറ്റർ വേണം. 2023 യമൻ ഗവൺമെന്റിന് കൊടുക്കാനായിട്ട് തന്ന ലെറ്റർ പോലെ ഒരു ലെറ്റർ വേണം. അവളുടെ ജീവൻ എത്രയും വേഗം രക്ഷിക്കണം. അവളുടെ ജീവൻ ഈദ് കഴിയുമ്പോ അവളുടെ ജീവനെ എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ല. ജീവന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജയിലിൽ ഭീഷണിപ്പെടുത്തി രാത്രി 11 മണിക്ക് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു. അവളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എനിക്ക് ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്ന് ലെറ്റർ വേണം. യമൻ ഗവൺമെന്റിന് അവളുടെ ജീവനം രക്ഷിക്കാനായിട്ട് യമൻ ഗവൺമെന്റിന് കൊടുക്കാനായിട്ട് ഒരു ലെറ്റർ എത്രയും വേഗം ചെയ്തു തന്ന അവളുടെ ജീവനം രക്ഷിക്കണം. എന്റെ അപേക്ഷ സ്വീകരിക്കണം. നിമിഷന് രാത്രി 11 മണിക്ക് നിമിഷയുടെ ജയിലിലെ മെയിൻ ഓഫീസിലേക്ക് ഒരു വക്കീൽ സ്ത്രീ കോൾ വിളിക്കുവാണ്. എന്നിട്ട് നിമിഷനെ കിട്ടണം, നിമിഷനെ കിട്ടുമെന്ന് കേട്ട് വിളിച്ചെന്ന്. അപ്പൊ ഓഫീസിലുള്ളവര് വന്ന് നിമിഷനെ വിളിച്ചു കൊണ്ടുപോയി. അപ്പൊ സംസാരിച്ചു. നിമിഷയുടെ കാര്യങ്ങളും ചർച്ചകളും എവിടം വരെയായി? ഈ മരിച്ച സഹോദരന്റെ ചേട്ടനാണ് ഈ അത്തുൽ പത്ത എന്ന് പറയുന്നത്. അത്തുൽ പത്ത ആയിട്ട് ചർച്ചകൾ എവിടം വരെയായി? വധഭീഷണിയും ജയിൽ വരെ എത്തി. ഇപ്പൊ ജയിലിലേക്ക് ആ വിവരങ്ങൾ കിട്ടിയിരിക്കുക. എന്തായിന്ന് ചോദിച്ചു നിമിഷനോട്. ഇപ്പൊ നിമിഷ പറഞ്ഞു, കാര്യങ്ങള് എവിടം വരെ ഒന്നും കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് നിമിഷ പറഞ്ഞു. ആ അന്നേരം വക്കീല് പറയുന്നത്, ഈ ഈദിന്റെ ഇത് തീരുമ്പോ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നെന്ന് എത്രയും വേഗം നടത്തണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം പറഞ്ഞ് അവരിവിടെ അറിയിച്ചിട്ടുണ്ട്. ഭയങ്കര അവര് സങ്കടപ്പെട്ടുകൊണ്ടാണ് നിമിഷനോട് പറഞ്ഞത്. ഈ അറബി സ്ത്രീ വക്കീല് നിമിഷയോട് സങ്കടപ്പെട്ടുകൊണ്ട് എല്ലാവരെയും വിളിച്ചറിയിക്കണം. ജയിലിലുള്ള എല്ലാവരും തന്നെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇവളോട് പെരുമാറുന്നതാണ് ഇവൾ പറയുന്നത്. ഒരുപാട് സങ്കടവും വിഷമത്തോടെയാണ് എന്നെ അവര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവള് പറഞ്ഞത്. എന്റെ മോളെ